ഹായ് ഗായ്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ എറണാകുളം ജില്ലയിലെ കണ്ടനാടുള്ള സൺഫ്ലവർ വില്ലേജ് സിറ്റിയിലാണ്. ഇവിടെ ധാരാളം സൺഫ്ലവറുകളുണ്ട്. നന്നായിട്ട് വിരിഞ്ഞു നിൽക്കുന്ന പൂവുകളാണ്. അത് കാണാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. ആ സൂര്യകാന്തി പൂ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമാണ്. ആ തോട്ടം കാണാൻ തന്നെ എന്ത് രസമാണെന്നറിയാമോ. ഇനിയും നിങ്ങൾക്കൊക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണമെങ്കിൽ കർണാടകയിലോ തമിഴ്നാട്ടിലോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ എറണാകുളം ജില്ലയിൽ തന്നെ ഉണ്ടല്ലോ. എത്ര മനോഹരമായ കാഴ്ചകളാണ് അവിടെ കണ്ടുവരുന്നത്. വളരെ മനോഹരമാണ്. എന്ത് ഭംഗിയാണ്. അതുപോലെ പച്ചക്കറിത്തോട്ടം, ധാരാളം പച്ചക്കറികളും ഉണ്ട് അവിടെ. വിഷം അടിക്കാത്തത് പച്ചക്കറികൾ, പടവലം, ചൊരക്ക, വെണ്ടയ്ക്ക, പയർ, അങ്ങനെ ഇഷ്ടം പോലെ പച്ചക്കറികളുണ്ട്. ഇതെല്ലാം പറിച്ച് അവിടെ തന്നെ അവർ ലൈവായിട്ട് തന്നെ വിൽപ്പനയും നടത്തുന്നുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് വാങ്ങിച്ചുകൊണ്ട് പോകാവുന്നതാണ്. അതുപോലെ തന്നെ ചീര എല്ലാം ഉണ്ട്. പിന്നെ വിഷം അടിക്കാത്ത, ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, നല്ല ഓർഗാനിക് പച്ചക്കറികളാണ് അവിടെയുള്ളത്. അതുപോലെ ചെമ്പാവരി നമ്മൾ തവിടില്ലാത്ത അരിയില്ലേ, ആ അരി എല്ലാം ഉണ്ട്. എല്ലാം അവിടെ കൃഷി ചെയ്യുന്ന സാധനങ്ങളാണ്, ഒന്നും വരവല്ല. കൂടാതെ നമുക്കറിയാം, നമുക്കെല്ലാം വളരെ സുപരിചിതനായ നടനും സംവിധായകനും എഴുത്തുകാരനുമായ നടൻ ശ്രീനിവാസിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ കൃഷിത്തോട്ടം ഉള്ളത്. അതുപോലെ തന്നെ ഈ പൂന്തോട്ടങ്ങളും. ഇപ്പോൾ ഇവിടെ സൺഫ്ലവർ മാത്രമല്ല, ധാരാളം ജമന്തി ചെടികളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഈ കാലാവസ്ഥയുടെ ഈ ചൂടിൻ്റെ ഇതുകൊണ്ടാണോ എന്നറിയില്ല, ഈ ജമന്തി പൂക്കൾ, ചില നാട്ടിൽ ബന്ദികളെന്ന് പറയും, ആ ജമന്തി പൂക്കൾ കുറച്ചൊക്കെ വാടി തുടങ്ങിയിട്ടുണ്ട്. ചൂടിൻ്റെ ആകാം കൊണ്ടായിരിക്കാം. എന്നാലും ആ സൺഫ്ലവറൊക്കെ നിൽക്കുന്ന ആ ഒരു ഭംഗി ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏതോ ഒരു പറയാൻ എനിക്ക് വാക്കുകളില്ല. അത്ര മനോഹരമാണ്. നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് കാണുക. കണ്ടാൽ തന്നെ പിന്നെ ഇവിടെ സൺഫ്ലവർ പുറത്തൊക്കെ നമുക്ക് നടന്ന് ടിക്കറ്റൊന്നും വേണ്ട. പക്ഷേ ഈ സൺഫ്ലവർ ഈ തോട്ടത്തിൽ കാണാൻ വരുമ്പോൾ അതൊക്കെ 20 രൂപയുടെ ഒരു ടിക്കറ്റ് എടുക്കണം നമ്മൾ. ആ 20 രൂപയുടെ ചിലവേ നമുക്കവിടെ ഉള്ളൂ. പിന്നെ നമ്മൾ വരുന്ന ചിലവും, അല്ലാതെ വേറെ ചിലവൊന്നും അവിടെ ഇല്ല. പക്ഷെ എന്തായാലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുകൊണ്ട് എല്ലാവരും നിങ്ങൾ വരിക, വന്ന് ഈ പൂന്തോട്ടമൊക്കെ കണ്ട് പോവുക. ഇത്രയും ഒരു മനോഹരമായൊരു തോട്ടം, പൂക്കളൊക്കെ വിരിഞ്ഞിരിക്കുന്ന ഒരു തോട്ടം. ഞാൻ ഇവിടെ ഈ തൃപ്പൂണിത്തുറയിലുള്ളതാണെങ്കിലും പക്ഷേ എനിക്കത് ആദ്യമായിട്ടാണ് ഞാൻ ഈ തോട്ടത്തിൽ പോയി കണ്ടത്. എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷേ പോകാൻ സാധിച്ചിട്ടില്ല. പക്ഷേ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ഒരിക്കൽ കൂടിയല്ല വീണ്ടും പോകാൻ തോന്നുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വരിക, കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.